അവസാനിപ്പിക്കും. ഈ 2 ക്ലാസ്സോട് കൂടി അവസാനിപ്പിക്കും. പിന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം 2 ദിവസം സമയം തരും. ആ 2 ദിവസം സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാനോ നോക്കാനോ ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെ ക്ലാസ്സിലേക്ക് വരാം. നമ്മള് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ. This call is now being recorded. ബോർഡ് ക്ലിയർ അല്ലേ? നമ്മൾ ഇതുവരെ ഒരു എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെ ഒരു എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കും, അതാണ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് മെത്തേഡ് ഓഫ് മൂവ്മെന്റ്സ്. മെത്തേഡ് ഓഫ് മൂവ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു പാരാമീറ്ററിൽ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക, അതാണ് മെത്തേഡ് ഓഫ് മൂവ്മെന്റ്സിൽ നമ്മൾ പറയുന്നത്. മെത്തേഡ് ഓഫ് മൂവ്മെന്റ്സ് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് കാൾ പിയേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പൊ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷനിലെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് മൂവ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് റണ്ണോൺ പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പൊ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾ പിയേഴ്സൺ. ഓക്കെ, ഇതിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. പോപ്പുലേഷൻ മൊമെന്റ്സിനെ സാമ്പിൾ മൊമെന്റ്സിനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് അൺനോൺ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതായത് സപ്പോസ് x be a random variable with probability density function f of x theta, then mu r dash denote the rth raw moment of x. അല്ലേ? Then mu r dash നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? mu r dash equal to expected value of x raised to r. mu r dash നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് expected value of x raised to r for r equal to 1, 2, etc. അല്ലേ? x1, x2, etc. xn denote the sample from f of x theta. f of x theta എന്ന് പറഞ്ഞ പോപ്പുലേഷനിൽ നിന്നുള്ള ഒരു സാമ്പിൾ ആണ് x1, x2, etc. xn. Then mr dash denote the sample moment. mr dash denote the sample moment. Here mu r dash denote the population moment. And we equate this mr dash equal to mu r dash. mr dash equal to mu r dash നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. എത്ര അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും ടൈംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പോസ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, പോസ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ലാംഡയുടെ എസ്റ്റിമേറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൽ ഓരോ അൺനോൺ പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് സാമ്പിൾ മൊമെന്റിന് ഫസ്റ്റ് പോപ്പുലേഷൻ മൊമെന്റും ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഫസ്റ്റ് സാമ്പിൾ മൊമെന്റ് ഫസ്റ്റ് പോപ്പുലേഷൻ മൊമെന്റിലൂടെ ഇക്വേറ്റ് ചെയ്യും. സപ്പോസ് നമുക്ക് k പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പോപ്പുലേഷനിൽ k പാരാമീറ്റേഴ്സ് ഉണ്ട്, ആ k പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് k പോപ്പുലേഷൻ മൊമെന്റ്സിന് ഫസ്റ്റ് k സാമ്പിൾ മൊമെന്റ്സും ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്നുള്ളത് മൊമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അൺനോൺ പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ആണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ നമ്മൾ ചെയ്യാം, നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടോ അത്രയും പോപ്പുലേഷൻ മൊമെന്റ്സും സാമ്പിൾ മൊമെന്റ്സും കൂടി ഇക്വേറ്റ് ചെയ്യും. അപ്പൊ ഒരു പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ ഫസ്റ്റ് പോപ്പുലേഷൻ മൊമെന്റ്, അതായത് mu1 ഡാഷിനെ ഫസ്റ്റ് സാമ്പിൾ മൊമെന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. mu1 dash equal to m1 dash. ഇനി നമുക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ സെക്കൻഡ് പോപ്പുലേഷൻ മൊമെന്റ് mu2 dash equal to m2 dash എഴുതും. ഇനി ഉണ്ടെങ്കിൽ mu3 dash equal to m3 dash. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ഇങ്ങനെ എക്സെട്ര അങ്ങനെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട് അത്രയും പോപ്പുലേഷൻ മൊമെന്റ്സും സാമ്പിൾ മൊമെന്റ്സും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇതാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ?
മനസ്സിലായി. എഴുതും. മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. ഇത് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. It is the oldest method of estimating. It is the oldest method of estimating the parameters of the distribution. It was introduced by Carl Pearson. It was introduced by Carl Pearson in 1894. It was introduced by Carl Pearson in 1894. 1894. The method of moments consists of equating the sample moments to the corresponding moments of distribution. Equating the sample moments to the corresponding moments of distribution, comma, which are the functions of the unknown parameters. First, here we equate as many sample moments as there are unknown parameters. Here we equate as many sample moments as there are unknown parameters. Full stop. Solving the simultaneous equations, comma, one obtains the estimates of the moments of the population. One obtain the estimates of the moments of the population in terms of sample variates. In other words, to estimate k parameters of a population, comma, we equate in general, comma, the first k moments of the sample to the first k moments of the population. First k moments of the sample to the first k moments of the population.
Solving these k equations, we get the k estimators. Solving these k equations, we get the k estimators. Next paragraph ആയിട്ടേതാ. Let x be a random variable with probability function f of x theta. Let x be a random variable with probability function f of x theta. Full stop. Let mu r dash denote the rth moment about origin or the rth row moment. Then mu r dash equal to expected value of x raised to r. Mu r dash equal to expected value of x raised to r equal to 1 to k, etc. In general, mu r dash will be a function of theta and therefore we write mu r dash equal to mu r dash of theta. Function of theta ആയിരിക്കും. Theta means പാരാമീറ്ററിനെ ഉള്ളൂ കേട്ടോ. എല്ലാ ഡിസ്ട്രിബ്യൂഷനിലും പാരാമീറ്റർ തീറ്റ ആവണമെന്നില്ല. ഏതാണോ നമുക്ക് തരുന്ന പോപ്പുലേഷൻ അതിനനുസരിച്ച് തീറ്റ മാറിക്കൊണ്ടിരിക്കും. Let x1 x2 etc. xn be a random sample of size n. Be a random sample of size n. Be a random sample of size n, small letter n, drawn from the population f of x theta. Then the rth sample moment, denoted by mr dash, rth sample moment denoted by mr dash is given by mr dash equal to 1 by n summation I equal to 1 to n xi raised to r. mr dash equal to 1 by n summation I equal to 1 to n xi raised to r. ഇതാണ് നമ്മുടെ സാമ്പിൾ മൊമെന്റ്.
Then by method of moments, we form the equation mr dash equal to mu r dash of theta. We form the equation mr dash equal to mu r dash of theta and solve for theta. And solve for theta. And solve for theta. Let theta cap be the solution of theta. Solution of theta. Then theta cap is the estimator of theta. Then theta cap is the estimator of theta by the method of moments. Then theta cap is the estimator of theta obtained by the method of moments. Video. Okay. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ആണ് നമുക്കൊരു സാമ്പിൾ തന്നാൽ ആ സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് പറഞ്ഞത് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, നമുക്ക് പോപ്പുലേഷനിൽ എത്ര പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടെന്ന് നോക്കും. രണ്ട് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ രണ്ട് പോപ്പുലേഷൻ മൊമെന്റ്സിനെ രണ്ട് സാമ്പിൾ മൊമെന്റ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് പാരാമീറ്റർ ആണുള്ളത്, മ്യൂവും സിഗ്മയും. അപ്പൊ നമ്മൾ രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് രണ്ട് അൺനോൺ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് പോപ്പുലേഷൻ മൊമെന്റ് ഈക്വൽ ടു ഫസ്റ്റ് സാമ്പിൾ മൊമെന്റ്, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ സെക്കൻഡ് പോപ്പുലേഷൻ മൊമെന്റ് ഈക്വൽ ടു സെക്കൻഡ് സാമ്പിൾ മൊമെന്റ്. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ മ്യൂവിന്റെയും സിഗ്മയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ mu1 dash ആയാലും mu2 dash ആയാലും ഫംഗ്ഷൻ ഓഫ് മ്യൂ ആൻഡ് സിഗ്മ ആയിരിക്കും അല്ലെ? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ mu1 dash എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ mu1 dash എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വാട്ട് ഈസ് mu1 dash? എന്താണ് mu1 dash നോർമൽ ഡിസ്ട്രിബ്യൂഷനില്? എന്താണ് അനല നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് mu1 dash? ടീച്ചർ മീനാണോ? ഒരു സംശയം. ആണോ? മീനാണ്. മ്യൂ ഡാഷ് എന്ന് പറയുമ്പോ mu1 dash ആണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ mu1 dash നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്താ mu1 dash ആയിരിക്കുന്നത്? mu r dash value of x raised to r അല്ലേ? അപ്പൊ mu1 dash എന്ന് പറഞ്ഞാൽ എന്ത് വരും? മീൻ ഈ അല്ല എക്സ് എക്സ് ഇ ഓഫ് എക്സ് മീൻ. ഇ ഓഫ് എക്സ് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനില്? ഇ ഓഫ് എക്സ് മ്യൂ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മള് നമ്മുടെ mu1 dash mu2 dash എന്നൊക്കെ പറയുന്നത് നമ്മുടെ പാരാമീറ്റേഴ്സിന്റെ ഓരോ ഫങ്ഷൻസ് ആയിരിക്കും. പിന്നെ m1 dash m2 dash m1 dash എന്ന് പറഞ്ഞാൽ എന്താ വരിക? mr dash നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതില് r 1 ആകുമ്പോൾ m1 dash is 1/n summation i equal to 1 to n xi. അത് പറഞ്ഞാൽ എന്താ? നമ്മുടെ x ബാർ തന്നെയാണ് വരിക. അങ്ങനെ നമ്മൾ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും ഇക്വേഷൻസ് എഴുതാം. എന്നിട്ട് ആ ഇക്വേഷൻസിന് സോൾവ് ചെയ്തിട്ടാണ് അൺനോൺ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ?
ഒന്നുകൂടി പറയണോ? മനസ്സിലായി മിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. If f of x comma lambda equal to lambda raised to x by x factorial into e raised to minus lambda, where x equal to 0, 1, 2, etc. and 0 elsewhere, lambda greater than 0, full stop, estimate lambda by the method of moments. Estimate lambda by the method of moments. Estimate lambda by the method of moments. Ready, question. മിസ് എഴുതി. മിസ് എഴുതി. ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലാംഡയുടെ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കണം ബൈ ദ മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. ഇവിടെ നമുക്ക് ലാംഡ എന്നുള്ള ഒറ്റ പാരാമീറ്റർ മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളൂ. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേറ്റിംഗ് സാമ്പിൾ മൊമെന്റ്സ് ടു പോപ്പുലേഷൻ മൊമെന്റ്സ്. അതാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. സാമ്പിളിലെ മൊമെന്റ്സിനെ പോപ്പുലേഷൻ മൊമെന്റ്സിനോട് ഇക്വേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്തിട്ട് അൺനോൺ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇവിടെ നമുക്ക് ഒരു അൺനോൺ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ളൂ. സോ നമുക്ക് ഒരു ഇക്വേഷന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ബൈ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് വി നോ ദാറ്റ് mr dash equal to mu r dash of theta. അല്ലെ? ഇവിടെ തീറ്റയ്ക്ക് പകരം നമ്മുടെ ലാംഡയാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു ഇക്വേഷനെ വേണ്ടു. സോ r equal to 1 ഇട്ട് കൊടുത്തു. നമുക്ക് എന്ത് കിട്ടും? m1 dash equal to mu1 dash. m1 dash എന്ന് പറഞ്ഞാൽ എന്താ? m1 dash equal to 1 by n summation I equal to 1 to n xi, അതായത് x bar ആണ്. ഇനി mu1 dash എന്ന് പറഞ്ഞാൽ എന്താ വരിക? mu1 dash equal to t of x, അല്ലേ? mu1 dash equal to e of x. e of x എന്താ? ഒരു പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷന്റെ e of x എന്താണ്? ലാംഡ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. m1 dash equal to mu1 dash implies lambda equal to x bar. സോ ലാംഡയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡയുടെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി? x bar തന്നെയായിട്ട് കിട്ടി. So the by method of moments, the estimate of lambda, estimate-നെയാണ് നമ്മൾ ഈ ക്യാപ്പ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ലാംഡ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ലാംഡയുടെ എസ്റ്റിമേറ്റ് എന്നാണ് അതിന്റെ മീനിങ്. സോ ലാംഡ ക്യാപ്പ് ഈക്വൽ ടു എക്സ് ബാർ. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. മനസ്സിലായോ? അപ്പൊ നമ്മള് ഞാൻ ഒന്നുകൂടി പറയാം. മെത്തഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ m1 dash equal to mu1 dash, m2 dash equal to mu2 dash, etc. mr dash equal to mu r dash, ഇങ്ങനെ വരുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് അൺനോൺ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്. അത് നമുക്ക് എത്ര പാരാമീറ്റർ ഉണ്ടോ അത്രയും ഇക്വേഷൻസ് വേണം. നമുക്ക് ഒരു പാരാമീറ്റർ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ മതിയാവും. 2 പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ വേണ്ടി വരും. ഇനി 3 പാരാമീറ്റർ ഉണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ 3, അതായത് m3 dash equal to mu3 dash, ഈ 3 ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. മനസ്സിലായി? അങ്ങനെ നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് ഇക്വേഷൻസ് എഴുതി ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. മനസ്സിലായാ? ക്ലിയർ ആയി. Here mu1 dash equal to e of x which is equal to lambda. അത് വീണ്ടും ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത്. അതെങ്ങനെയാ വന്നതെന്ന് സംശയമുള്ളവർക്ക് പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ചെയ്ത് നോക്കാം. So mu1 dash equal to e of x equal to lambda. Take a random sample. x1, x2, x3, xn of size n
Take a random sample, x1, x2, etc., xn, for size cn. From the above population, then the sample moment, then the first sample moment, m1 dash equal to the first sample moment m1 dash equal to 1 by n summation xi, 1 by n summation xi equal to x bar, equal to x bar. By the method of moments, we equate by the method of moment, we equate m1 dash equal to mu1 dash, m1 dash equal to mu1 dash, m1 dash equal to mu1 dash. Therefore, which implies x bar equal to lambda. x bar equal to lambda, or lambda equal to x bar. X bar equal to lambda or lambda equal to x bar. അപ്പോൾ ക്യാപ്പ് വേണ്ട. Thus, the moment estimator of lambda, is given by lambda cap equal to x bar. The moment estimator of lambda is given by lambda cap equal to x bar. x bar, lambda cap equal to x bar. എഴുതിയില്ലേ? Estimate mu and sigma square. Estimate mu and sigma square. Estimate mu and sigma square from a normal distribution. By the method of moments. എഴുതിയോ? ഇവിടെ ശ്രദ്ധിക്കാം. നോർമൽ പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോർമൽ PDF എന്താ? f of x, mu, sigma square equal to 1 by sigma root 2 by e raised to minus 1 by 2 sigma square into x minus mu. മേളിലാണ് കേട്ടോ. x minus mu whole square. e raised to minus 1 by 2 sigma square into x minus mu the whole square. For minus infinity less than x less than infinity, minus infinity less than mu less than infinity, and sigma square greater than 0. ഇനി നമ്മൾ ആദ്യം പോപ്പുലേഷൻ മൊമെന്റ്സ് എഴുതുന്നത്. ഇവിടെ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് രണ്ട് പോപ്പുലേഷൻ മൊമെന്റ്സ് വേണം. അപ്പൊ ആദ്യത്തെ പോപ്പുലേഷൻ മൊമെന്റ് ആണ് mu1 dash equal to e of x. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ e of x എന്താ?
mu. mu. അതവിടെ എഴുതി. ഇനി രണ്ടാമത്തെ പോപ്പുലേഷൻ മൊമെന്റ് mu2 dash equal to expected value of x square. എന്താണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ചെയ്തതിന്റെ വേരിയൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ടല്ലേ വേരിയൻസ് കണ്ടുപിടിച്ചേ? എന്താ ഇ ഓഫ് എക്സ് സ്ക്വയർ? X minus mu the whole square. mu സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. ബുക്ക് മറിച്ച് നോക്കിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. mu സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് പോപ്പുലേഷൻ മൊമെന്റ്സ് ആയി. ഇനി ഇത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാമ്പിൾ മൊമെന്റ്സ് വേണം. സോ വി ടേക്ക് എ റാൻഡം സാമ്പിൾ x1 x2 x3 xn ഫ്രം n mu സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സാമ്പിൾ മൊമെന്റ് m1 ഡാഷ് ഇക്വൽ ടു എന്താ വരിക? 1/n summation xi equal to x bar എന്ന് എഴുതും അല്ലേ? ഇനി m2 ഡാഷ് സെക്കൻഡ് രണ്ട് അൺനോൺ പാരാമീറ്റർ ഉള്ളതുകൊണ്ട് രണ്ട് സാമ്പിൾ മൊമെന്റ്സ് വേണം. 1/n summation i equal to 1 to n xi square. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോപ്പുലേഷൻ മൊമെന്റുകളും സാമ്പിൾ മൊമെന്റുകളും ഇക്വേറ്റ് ചെയ്യണം. ആദ്യത്തെ m1 dash equal to mu1 dash ചെയ്താൽ എന്ത് കിട്ടും? x bar equal to mu or mu cap equal to x bar. മുന്റെ എസ്റ്റിമേറ്റ് നമുക്ക് x bar എന്ന് കിട്ടി അല്ലേ? ഇനി രണ്ടാമത്തെ m2 dash equal to mu2 dash. m2 dash എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mu square plus sigma square ആണ്. mu square plus sigma square equal to 1/n summation i equal to 1 to n xi square അല്ലേ? ഇതുവരെ ഇത് മനസ്സിലായോ? മനസ്സിലായി. പറയാം. മനസ്സിലായി. ശരി ശരി. അപ്പൊ ഇത് എഴുതിയിട്ട് ബാക്കി പറയാം. ഇവിടെ ഏതാണ് സ്ഥലമില്ല. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതി. Okay. F of x mu sigma square. ಇದು here f of x comma mu comma sigma square equal to ബോർഡിലുണ്ട്. നോർമലിന്റെ PDF ഇത്. നോർമലിന്റെ PDF എഴുതുക. 2 e raised to minus 1/2 sigma square into x minus The first two population moments are given by mu1 dash equal to e of x which is equal to mu and mu2 dash equal to e of x square equal to mu square plus sigma square. 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 F of x is even integer is zero. x1 x2 x3 Take a random sample x1 x2 x3 xn. Take a random sample x1 x2 x3 xn from the above population. Take a random sample x1 x2 x3 xn from the above population. Then the first two sample moments are given by. n1 dash equal to 1/n summation xi equal to x bar and n2 dash equal to 1/n summation xi square. അതിന് നമുക്ക് വേറെ രീതിയിലൊന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തന്നെ എഴുതി 1/n summation xi square.
method of moments, we equate m1 dash equal to mu1 dash. We equate m1 dash equal to mu1 dash and m2 dash equal to mu2 dash and m2 dash equal to mu2 dash, which implies x bar equal to mu implies mu cap equal to x bar. Mu cap equal to x bar. M2 dash equal to mu2 dash implies M2 dash equal to mu2 dash implies mu square plus sigma square equal to 1 by n summation xi square. Mu square plus sigma square equal to 1 by n summation xi square. എഴുതിയോ? ഓക്കെ, നമുക്ക് മ്യൂവിന്റെ എസ്റ്റിമേറ്റ് കിട്ടി. നമുക്ക് സിഗ്മയുടെ എസ്റ്റിമേറ്റ് ആണ് വേണ്ടത്. അപ്പൊ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1 by n summation xi square minus mu square എന്ന് എഴുതാം അല്ലേ? ഇനി ഇതിനെങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 1 by n summation xi square minus mu. ഇവിടെ mu എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. അപ്പൊ നമ്മൾ അതിന് സിഗ്മയുടെ എസ്റ്റിമേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ മ്യൂവിനെ നമ്മൾ മ്യൂവിന്റെ എസ്റ്റിമേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. മ്യൂ ക്യാപ് സ്ക്വയർ എന്നാക്കണം ഇതിനെ. കാരണം നമുക്ക് സിഗ്മയുടെ എസ്റ്റിമേറ്റ് ആണ് വേണ്ടത്. സോ മ്യൂ പാരാമീറ്റർ ആയതുകൊണ്ട് അതിനെ നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് 1 by n summation xi square minus മ്യൂ ക്യാപ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ് ബാർ എന്ന് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സ് ബാർ സ്ക്വയർ ഉണ്ടാവും. ഇത് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 1 by n summation i equal to 1 to n xi minus x bar the whole square എന്നാക്കി എഴുതാം. അതായത് ഈ ടേമിനെ ജസ്റ്റ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി 1 by n summation i equal to 1 to n xi minus x bar the whole square. ഇതാണ് സിഗ്മ. സിഗ്മയുടെ എസ്റ്റിമേറ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ സിഗ്മ ക്യാപ് സ്ക്വയർ നോക്കും. സോ സിഗ്മ ക്യാപ് സ്ക്വയർ ഈക്വൽ ടു 1 by n summation i equal to 1 to n xi minus x bar whole square. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ ടേം തന്നെയാണ് കിട്ടുക. അപ്പൊ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മ്യൂവിന്റെയും സിഗ്മ സ്ക്വയറിന്റെയും എസ്റ്റിമേറ്റ് മെത്തഡ് ഓഫ് മൊമെന്റ്സ് വെച്ച് കണ്ടുപിടിച്ചു. മനസ്സിലായോ? മനസ്സിലായി. എഴുതൂ. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1 by n summation i equal to 1 to n xi സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ എന്ന് വരും. അവിടെ മ്യൂ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ എസ്റ്റിമേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. മ്യൂ ക്യാപ് സ്ക്വയർ എന്നാക്കി. അതെന്തായി? y equal to 1 to n xi സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതിനൊന്നും കൂടി അറേഞ്ച് ചെയ്താന്ന് വെച്ചാൽ 1 by n summation xi minus x bar whole square i equal to 1 to n sigma square. എഴുതി. ചെയ്തോ? എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. Estimate P in a sampling from binomial population. Estimate P, small letter p, in a sampling from binomial population by the method of moments. Estimate P
In a sampling from binomial population by the method of moments. Binomial population by the method of moments. Video. മിസ് എഴുതി. ഓക്കെ, അതും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കാം. ബൈനോമിയൽ പോപ്പുലേഷനിൽ പി ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എൻ പി. നമ്മൾ ഇങ്ങനെ എഴുതാനുള്ള കാരണം എക്സ് വേരിയബിളും എന്നും പിയും പാരാമീറ്റേഴ്സും ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ കഴിഞ്ഞൊരു സെമിക്കോളൻ ഇട്ടിട്ട് എൻ പി എഴുതുന്നത് കേട്ടാ. കുറച്ചുകൂടി നമ്മൾ പോപ്പുലേഷൻ ക്ലിയർ ആവാൻ കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് and q raised to n minus x. X is equal to 0, 1, 2, etc. up to n. 0 less than, p less than 1 and 0 elsewhere. Q equal to 1 minus p. ഇതാണ് ബൈനോമിയൽ പോപ്പുലേഷൻ. ഇവിടെ നമ്മളോട് ഒരു പാരാമീറ്റർ മാത്രമേ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? n ഇവിടെ നോൺ ആണ്. n is known. We need to estimate p. Okay. അപ്പോൾ as usual by method of moments നമ്മൾ എന്ത് ചെയ്തും ഒരെണ്ണേ കണ്ടുപിടിക്കാനുള്ളൂ. സോ u1 dash equal to m1 dash എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് പോപ്പുലേഷൻ മൊമെന്റ് u1 dash equal to e of x. എന്താണ് ബൈനോമിയലിന്റെ e of x എന്താണ്? n into p. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് m1 dash. ഫസ്റ്റ് സാമ്പിൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 1/n summation xi, that is x bar അല്ലേ? ഇനി u1 dash equal to m1 dash എന്ത് കിട്ടും? പ്ലേസ് നമുക്ക് എന്ത് കിട്ടും? x bar equal to n into p. നമുക്ക് എന്താണ് വേണ്ടത്? p. p equal to x bar divided by n. So the estimate of p is p cap equal to x bar by n. മനസ്സിലായോ? മനസ്സിലായി. ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ബ്രാക്കറ്റില് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി നിർത്തിയില്ല, അതിന്റെ ബ്രാക്കറ്റ് ചെയ്ത n ഈസ് നോൺ എഴുതുക. ഇത് n ഈസ് നോൺ എഴുതുക. ക്വസ്റ്റ്യന്റെ ബ്രാക്കറ്റില് n ഈസ് നോൺ എഴുതുക. കാരണം ഇവിടെ നമുക്ക് n നോൺ ആണെങ്കിൽ ഈ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് പി ക്യാപ്പിന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. n അൺനോൺ ആണെങ്കിൽ വീണ്ടും നമുക്ക് പി ക്യാപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എന്നിന്റെ എസ്റ്റിമേറ്റ് അറിയണം. The probability function of a binomial population is given by the probability function of a binomial population is given by ബോർഡിലുണ്ട്, അത് കൃത്യമായിട്ട് എഴുതാം. f of x, n, p equal to ncx p raised to x and q raised to ncx p raised to x, q raised to n minus x. X equal to 0 on to x up to n and 0 elsewhere. 0 less than p less than 1 and q equal to 1 minus p. The first population moment is given by mu1 dash equal to e of x, which is equal to np. First sample moment is given by m1 dash equal to 1/n summation xi equal to x bar. By the method of moments, we equate mu1 dash equal to m1 dash. We equate mu1 dash equal to m1 dash. Which implies x bar equal to np implies p equal to x bar by n. P equal to x bar by n. Therefore, the estimate of P is given by
The estimate of P is given by P cap equal to x bar divided by n. P cap equal to x bar divided by n. Ready? മിസ് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. Estimate the parameter theta. Estimate the parameter theta. Estimate the parameter theta of the exponential distribution. Estimate the parameter theta of the exponential distribution by the method of moments. Estimate the parameter theta of the exponential distribution by the method of moments. Ready? Okay. ഇത് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കുക, അതിന്റെ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ഒക്കെ മാറി മാറി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദിവസവും പറയണമെന്നില്ല അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, ഞാൻ ടെൻഡൻസ് എടുക്കാം.